ഹലോ, ഹായ്. എല്ലാവർക്കും ലൈനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ PSC അപ്ഡേറ്റ്സ് ആയിട്ടാണ്. മെയിൻ ആയിട്ട് PSC ഡൗട്ട്സ്. ഒരുപാട് പേർക്ക് PSCനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എല്ലാ ഡൗട്ടുകളും നമ്മൾ ഇതിൽ പരിഹരിക്കുന്നില്ലെങ്കിൽ കൂടി കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഞാൻ കേട്ടിട്ടുള്ള നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കുറച്ച് ഡൗട്ടുകളുടെ ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷവും. അപ്പോൾ അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മള് ആദ്യം തന്നെ PSCയിൽ അപേക്ഷിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നവർക്കും ഓക്കെ, എന്നാൽ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോ അപേക്ഷിക്കുന്നതിന് മുൻപ് അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ കാര്യങ്ങള്? Apply only after completing a one-time registration on the PSC website www.keralapsc.gov.in. അതായത് എന്താണ്? PSC യുടെ വെബ്സൈറ്റില് www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റില് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. Okay. The രണ്ടാമത്തെ കാര്യം, those who have already completed a one-time registration should log in using the user ID and password can apply through their own profile. എന്താണ്? ഇതിനകം ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയവർ തങ്ങളുടെ യൂസർ ഐഡിയും അല്ലെങ്കിൽ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. When applying for each position, simply click on apply now in the notification link. അതായത് എന്താണ്? ഓരോ തസ്തിക അപേക്ഷിക്കുമ്പോഴും നോട്ടിഫിക്കേഷൻ ലിങ്കിൽ apply now എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈലിൽ വിശദാംശങ്ങൾ കാണുന്നതിനും പ്രിന്റ് ഔട്ട് എടുക്കുവാനും കഴിയുട്ടോ. രജിസ്ട്രേഷൻ കാർഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ വിശദാംശങ്ങൾ അറിയുന്നതിനും അതുപോലെ തന്നെ അത് പ്രിന്റ് എടുക്കാനെല്ലാം സാധിക്കുന്നതായിരിക്കും. അതിനാണ് ഈ രജിസ്ട്രേഷൻ കാർഡ് ലിങ്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോനെ കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫോട്ടോയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് 10 വർഷം പ്രാബല്യമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷത്തിന് മുൻപേ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാനുള്ള സമയമായി എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 1/1/2022 ശേഷം പുതുതായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയവരാണെങ്കിൽ 1/1/2022 ശേഷം പുതുതായിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയവരാണെങ്കിൽ 6 മാസത്തിനകം എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ. Okay, the name of the candidate and the date of the taking the photo should be clearly written below the photo. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞു അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം എന്ന് പറഞ്ഞു. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. Okay, once uploaded the photoന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷമാണ്. Those who have created a new profile after 1/1/2022 2022 ജനുവരി 1 ശേഷം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഷുഡ് അപ്ലോഡ് എ ഫോട്ടോ ടേക്കൻ വിത്തിൻ 6 months. എന്താണ് പറയുന്നത്? 6 മാസത്തിനകം എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഫോട്ടോനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയുണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട്. ബിഫോർ സബ്മിറ്റിംഗ് ദ അപ്ലിക്കേഷൻ ഫോർ വേരിയസ് പോസ്റ്റ്, കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദ ഇൻഫോർമേഷൻ ഇൻക്ലൂഡിംഗ് ദ പ്രൊഫൈൽ ഈസ് കറക്റ്റ്. നമ്മളൊരു പോസ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അതായത് ഇപ്പം വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായ തെളിയിക്കുന്ന ആ പ്രമാണങ്ങളുടെ പകർപ്പുകൾ PSC ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്ലിക്കേഷൻ കനോട്ട് ബി ചേഞ്ച് ഓർ വിത്ഡ്രോൺ ആഫ്റ്റർ സബ്മിഷൻ. സബ്മിഷന് ശേഷം എന്ത് ചെയ്യില്ല? ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും സാധ്യമല്ല. ഇഫ് ദ അപ്ലിക്കേഷൻ ഈസ് ഫൗണ്ട് ടു ബി കോൺട്രറി ടു ദ വേരിയസ് പൊസിഷൻ ഓഫ് ദ നോട്ടിഫിക്കേഷൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് സെലക്ഷൻ പ്രോസസ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും
തെറ്റാണോ എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഏത് പ്രോസസ്സിലായാലും, ഇപ്പൊ ഇന്റർവ്യൂവിൽ എത്തിയാലും, ഇപ്പൊ നമ്മൾ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞു, പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഇന്റർവ്യൂ എത്തിയിട്ട് നമ്മുടെ ഡോക്യുമെന്റ് പ്രോസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അൺകണ്ടീഷണലി റിജക്റ്റഡ്. യാതൊന്നും നോക്കാതെ അന്ന് റിജക്റ്റ് ആവുന്നതാണ് എന്നുള്ള കാര്യം. If the written or OMR examination is conducted for the post applied for the admission ticket for the eligible candidates will be made available in the one-time registration profile. അതായത് അപേക്ഷിച്ച തസ്തികയിലേക്കുള്ള എഴുത്ത് OMR പരീക്ഷ നടത്തുന്ന പക്ഷം അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുള്ള തീയതി പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ തീയതി മുതൽ 15 ദിവസം വരെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് എന്ത് എഴുതാൻ പറ്റുള്ളൂ, പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി റീചെക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, വിവിധ തസ്തികകളിൽ അപേക്ഷ സമർപ്പിക്കും മുൻപ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം മറക്കരുത്. അയച്ച ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ ഒഴിവാക്കുവാനോ കഴിയുന്നതെല്ലാം അപേക്ഷ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലും വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റഡ് ആവും എന്നുള്ള കാര്യവും മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ്, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്ന പ്രമാണങ്ങളുടെ പകർപ്പുകൾ PSC ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഹാജരാക്കേണ്ടത്. ആധാർ കാർഡുള്ളവർ തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ പ്രൊഫൈലിൽ ചേർക്കേണ്ടതുണ്ട് കേട്ടോ. ആധാർ കാർഡ് ഉള്ളവര് തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ എവിടെ ചേർക്കണം, പ്രൊഫൈലില് ചേർക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഡൗട്ട് ആണ്, അടുത്തത് ഒരു ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഡൗട്ട് ആണ്. ഡു ഐ ഹൗ ടു ഗോ ടു PSC ഓഫീസ് ടു ചേഞ്ച് ദ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ? പ്രൊഫൈലിൽ നൽകിയ വിവരങ്ങൾ ഫോട്ടോയും ഒപ്പും മാറ്റണമെങ്കിൽ PSC ഓഫീസിൽ നേരിട്ട് പോകേണ്ടതുണ്ടോ എന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ആണ് നമ്മൾ പറഞ്ഞു, once uploaded the photo is valid for 10 years after which a new photo must be uploaded എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഫോട്ടോയുടെ കാലാവധി എന്ന് പറയുന്നത് 10 വർഷമാണ് അല്ലെ. ഇതിലിപ്പോ ഒരു ഡൗട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു പ്രൊഫൈൽ ഒരു ഫോട്ടോ ഒരു തവണ മാറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം, 3 വർഷം മുൻപായിരുന്നു എന്ന് വിചാരിക്കും, വീണ്ടും മാറ്റിയിട്ട് പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ആ ഒപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നാണെന്ന് വിചാരിക്കും, ഈ ഒപ്പല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ഒപ്പിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറിന്റെയും ഫോട്ടോനെയും കുറിച്ച് ഡൗട്ടുകൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മളോട് തന്നിരിക്കുന്നത്. അതായത് ഒരിക്കൽ അപ്ലോഡ് ചെയ്തിരുന്ന ഫോട്ടോയ്ക്ക് 10 വർഷമാണ് പ്രാബല്യമുള്ളത്, അതിനുശേഷം പുതിയ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വർഷം പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനങ്ങൾ പ്രകാരം 31/12 നമ്മൾ 2013 എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ 2014 ആക്കിയിട്ടുണ്ട്. As per the notification published this year, the photo in this profile must have been taken on or after 31/12/2014 or 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വർഷം പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപനങ്ങൾ പ്രകാരം അപേക്ഷിക്കുമ്പോൾ 31/12/2014 അതിനുശേഷം എടുത്ത ഫോട്ടോ ആണ് പ്രൊഫൈലിൽ ഉണ്ടാകേണ്ടതുള്ളത്. 3 വർഷം മുൻപ് ഉൾപ്പെടുത്തിയ ഫോട്ടോ ഇപ്പോൾ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല, കാര്യം 10 വർഷം അതിന്റെ ഇതുണ്ടല്ലോ, കാലാവധി ഉണ്ടല്ലോ. നിർബന്ധം ഉണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ആ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, ഇതിനായിട്ട് PSC ഓഫീസിലൊന്നും നേരിട്ട് പോകേണ്ട കാര്യമില്ല. അതേസമയം എന്താണ് ഒപ്പ് മാറ്റണമെങ്കിൽ എന്താണ് വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടി മാത്രമാണ് നമുക്ക് ഒപ്പ് മാറ്റാൻ പാടുള്ളൂ. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ PSC ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് കേട്ടോ. ഒപ്പ് മാറ്റാൻ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാം, എന്നാൽ സിഗ്നേച്ചർ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. So there is no need to change a photo you uploaded 3 years ago. Now if necessary you can change it. There is no need to go directly to the PSC office for the ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡയറക്ട്ലി പോകേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ചേഞ്ച് യുവർ സിഗ്നേച്ചർ ഓൺലി ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ചാനൽസ്. അതായത് PSC ഓഫീസും സിഗ്നേച്ചർ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് PSC ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് മാറിയിട്ടുണ്ട്, വോട്ടർ ഐഡിയിലെ ഡേറ്റ് വേറെയാണ്, ആധാർ കാർഡിലെ ഡേറ്റ് അല്ല, ഡേറ്റ് ഓഫ് ബർത്തിൽ എന്ന് വന്നിരിക്കുന്നു വിചാരിക്കും. അപ്പൊ ആ മിസ്റ്റേക്ക് തിരുത്തണോ എന്നുള്ളതാണ്, ജനനത്തീയതി തിരുത്തണോ എന്നുള്ളതാണ്. അപ്പൊ ജനന സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതിയിൽ നിന്ന് വ്യത്യസ്തമാണ് SSLC സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയിലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വിചാരിക്കും. അപ്പൊ ഇതിന് ശേഷം ജനനത്തീയതി തിരുത്തണോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. അതായത് PSC എന്ത് സർട്ടിഫിക്കറ്റാണ് നോക്കാറുള്ളത്,
SLC സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും നോക്കുക. ജനനതീയതി തെളിയിക്കാൻ SLC സർട്ടിഫിക്കറ്റ് ആണ് PSC പരിശോധിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ് അങ്ങനെ പരിശോധിക്കാറില്ല. SLC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജനന സർട്ടിഫിക്കറ്റ് അവർ പരിശോധിച്ചേക്കാം എന്നുള്ള സംഭവം. ജനനതീയതി തെറ്റിതിരുത്താൻ പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് കേട്ടോ. അതായത് ഡേറ്റ് ഓഫ് ബർത്തിൽ ജനനതീയതിയിൽ തെറ്റ് തിരുത്തണമെങ്കിൽ അത് ചില കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ എങ്ങോട്ടേക്ക് പോകണം? PSC ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെടണം. എന്നാൽ SLC സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പക്ഷമാണ് ഡേറ്റ് ഓഫ് ബർത്ത് അവര് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അവർ നോക്കുകയുള്ളൂ. ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ നോക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം SLC സർട്ടിഫിക്കറ്റ് തന്നെയാണ് നോക്കാറുള്ളത്. Should the husband's home address be included in the PSC registration after marriage? ഇതൊക്കെ കമന്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അതെന്താണ്? വിവാഹശേഷം ഭർത്താവിന്റെ വിലാസം മാറ്റേണ്ടതുണ്ടോ അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടോ? നമ്മുടെ അഡ്രസ്സിൽ ഹസ്ബൻഡ് ഹോം അഡ്രസ് ആഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിലെ വിലാസം PSC രജിസ്ട്രേഷൻ ഉൾപ്പെടുത്തണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്. There is no requirement to provide the husband's home address. Applicants may provide any address that is convenient for them. അതായത് എന്താ പറയുന്നത്? ഭർത്താവിന്റെ വീട്ടിലെ വിലാസം തന്നെ നൽകണമെന്ന് നിർബന്ധവുമില്ല, നിബന്ധനയുമില്ല. അപേക്ഷകർക്ക് സൗകര്യപ്രദമായ വിലാസം നൽകാം. എന്നാൽ ആ വിലാസം എന്ന് പറയുന്നത് നമ്മുടെ ID, SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡിൽ അല്ലെങ്കിൽ പാൻ കാർഡിലുള്ള അഡ്രസ് തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. കാര്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ അഡ്രസ് മാറരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളുടെ ക്ലാരിഫിക്കേഷൻ നമ്മളോട് പറ്റിയത്. ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എടുത്ത കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.